ജാനകി വി എസ് സ്റ്റേറ്റ് ഓഫ് കേരള. ഇതിൻ്റെ ഇടയ്ക്കൊരു വി കൊണ്ടുപോയി പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ആ പേരിൽ നടന്നതെല്ലാം വെറും ചീപ്പ് പ്രൊമോഷൻ നാടകമാണ്. പടം നല്ല അസലായിട്ട് പൊട്ടി. ഇനിയും വൈകിയാൽ കാണാൻ പറ്റാത്തതുകൊണ്ട് കണ്ടതാണ്. വിജയമാണെന്ന് ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഡേ മുതൽ ബുക്ക് മൈ ഷോ ചെക്ക് ചെയ്താൽ മതി. വെറും പ്രോപ്പഗണ്ട അജണ്ട മൂവിയാണ്. കാരണം ഒരു സെൻസേഷണൽ ഇഷ്യൂവിൽ തുടങ്ങി SGയുടെ കലക്കൻ പെർഫോമൻസിൽ വരുന്ന ഫസ്റ്റ് ഹാഫ് പ്രേക്ഷകനെ കൊണ്ടെത്തിക്കുന്നത് എന്താണ് ജാനകിക്ക് സംഭവിച്ചത് എന്ന ചോദ്യത്തിലാണ്. ഇത് പ്രതീക്ഷിച്ചിരിക്കുന്ന പ്രേക്ഷകനോട് ജാനകിയുടെ കേസ് ഇത്രയേ ഉള്ളൂ, അതല്ല എനിക്ക് സംസ്ഥാന സർക്കാരിൻ്റെ 2 കൊട്ടുകൊട്ടണം, നീ ഇതും കൂടി വിഴുങ്ങിക്കോ എന്ന് പറയുവാണ് ഡയറക്ടർ. SG ആ പഴയ ഫയറിൽ തന്നെ കാണാൻ സാധിച്ചു. എഴുതി വച്ചിരിക്കുന്ന പൊട്ടത്തരമാണേലും പണി അറിയാവുന്ന ഒരാൾ പ്രസന്റ് ചെയ്താൽ കണ്ടിരിക്കാൻ പറ്റും. അത് SGയുടെ സ്ക്രീൻ പ്രസൻസ്. പിന്നെ അനുപമ, ശ്രുതി രാമചന്ദ്രൻ ഇവരുടെ പെർഫോമൻസ്. ഇത്രയേ ഉള്ളൂ ആകെ കൂടി കണ്ട പോസിറ്റീവ്. ചുമ്മാ ഇരിക്കുന്ന ക്രിസ്ത്യാനികൾക്കിട്ട് കൊട്ടുക, മുസ്ലിം ക്യാരക്ടറിനെ മഹത്വവൽക്കരിക്കുക, സംസ്ഥാന സർക്കാരിനെ വിമർശിക്കുക, ഇതൊക്കെയാണ് കഥയേക്കാൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന വിഷയങ്ങൾ. ആരും വിമർശനാതീതരല്ല, എന്നാലും ഉള്ള കാര്യങ്ങൾ കാണിച്ച് കൊട്ടാൻ നോക്കണം. നമ്മുടെ കൺമുമ്പിൽ തന്നെ ആയിരക്കണക്കിന് കാരണങ്ങൾ കിടപ്പുണ്ട്. അതൊക്കെ കണക്ട് ചെയ്ത് പ്രസന്റ് ചെയ്താൽ ജനഗണമന ഡയലോഗ് സ്റ്റോറിയും സ്റ്റാറ്റസും ഭരിച്ചതുപോലെ ഇത് വായനെ. അപ്പൊ അത് വിടാം, മെയിൻ നെഗറ്റീവ്സ് നോക്കാം. മാധവ് സുരേഷ് എന്തിന് കാസ്റ്റ് ചെയ്തു എന്ന് പോലും അറിയാത്തൊരു ക്യാരക്ടർ. ഫ്രെയിമിലേക്ക് നോക്കാതിരിക്കാൻ കണ്ണും തള്ളിയിരുന്ന് സത്യം ജയിക്കുന്ന സ്ഥലമല്ലേ കോടതി എന്ന ചോദ്യം. മഹേഷിന്റെ പ്രതികാരത്തിൽ പോത്തന്റെ ഫോട്ടോഷൂട്ട് എടുക്കുന്ന സീൻ പോലെ. SG പോലും ഈ വിഷയത്തെ നന്നായി ട്രോളി. പൃഥ്വിരാജിന്റെ ബാധ കയറിയതാണെന്നും പറഞ്ഞു. ഒരുത്തൻ പൃഥ്വിരാജിനെ പിടിക്കുമ്പോൾ മറ്റൊരുത്തൻ ആസിഫ് കളിക്കുന്നു. അങ്ങേരുടെ അനിയൻ തന്നെ. ഇതെല്ലാം സഹിക്കാൻ നമ്മളും. തമ്മിൽ ഭേദം ആസിഫ് അലി തന്നെ. SGയുടെ സ്വാഗിൽ ഒരു ഫൈറ്റ് സീനുണ്ട്. കൊള്ളാലോ എന്ന് ചിന്തിക്കുമ്പോൾ ഇതങ്ങ് വലിച്ചു നീട്ടുവാണ് ബാലയ്യ സ്റ്റൈൽ 10 മിനിറ്റ്. അതും കളഞ്ഞു. കഥ കയ്യിൽ നിന്നും പോകുന്ന അനാവശ്യ സീൻസ്. ഇനിയും പറഞ്ഞാൽ കഥ മുഴുവൻ പറയുന്ന പോലെ ആവും. നല്ല രീതിയിൽ തുടങ്ങിയിട്ട് ചുമ്മാ സർക്കാരിനെതിരെ തിരിയാൻ ശ്രമിച്ച് പണ്ടാരമടങ്ങിയ സിനിമ. OTT വരുമ്പോൾ ട്രോൾ മെറ്റീരിയൽ ആകും. ഇല്ലെങ്കിൽ മാധവ് സുരേഷ് ആക്കിക്കൊള്ളും. സെക്കൻഡ് ഹാഫൊക്കെ സീരിയൽ ലെവൽ നിലവാരമാണ്. ലോജിക് മിസ്റ്റേക്സ് ഒരുപാടുണ്ട്. ഹിറ്റാണ്, SG തിരിച്ചു വന്നേ, എനിക്കും എൻ്റെ ഫാമിലിക്കും ഇഷ്ടപ്പെട്ട എന്ന വെറൈറ്റി PR കാർക്ക് സ്വാഗതം. വന്ന് മെഴുകിക്കോളൂ.